സ്നേഹനാദം 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 സ്നേഹനാദം. ദൈവത്തിന് മഹത്വം. തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാൻ എത്രയും വേഗം മധ്യാകാശങ്ങളിൽ കടന്നു വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ എല്ലാ പ്രേക്ഷകരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ അഥവാ ഈ പുതുവർഷത്തിൻ്റെ കഴിഞ്ഞ മാസം ദൈവം നമ്മെ അനുഗ്രഹിച്ചു. ഇന്ന് ഫെബ്രുവരി 15 വീണ്ടും ഒരു സന്ദേശവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തുന്നത്. കഴിഞ്ഞ നാളുകളിൽ സ്നേഹനാഥൻ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഗാനങ്ങളും സന്ദേശങ്ങളും കൺവെൻഷൻ പ്രസംഗങ്ങളും മറ്റും നിങ്ങൾക്കേവർക്കും അനുഗ്രഹപ്രദമായി തീർന്നുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും ദൈവത്തിന് മഹത്വം കരയറ്റുകയും ചെയ്യുന്നു. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്നത് 10 വിധ മക്കൾ എന്ന വിഷയമാണ്. ലോകത്തിൽ വിവിധ തരം മക്കളെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അതെല്ലാം ഇവിടെ വിശദീകരിക്കുവാൻ ഞാൻ സമയമെടുക്കാതെ ബൈബിളിൽ കാണുന്ന 10 തരം മക്കളെക്കുറിച്ചാണ് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 1:27-28 ഇപ്രകാരം കാണുന്നു: ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സകല ഭൂചര ജന്തുക്കളിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു. മുകളിൽ പറഞ്ഞിരിക്കുന്ന ഈ 2 വാക്യങ്ങളിൽ മനുഷ്യ സൃഷ്ടിയുടെ വലിയ മഹത്വം ഇവിടെ വെളിപ്പെടുകയാണ്. ലോകത്തിൽ കാണുന്ന സകലതിനെയും സൃഷ്ടിച്ചിട്ട് അതിനെ മുഴുവൻ അടക്കി ഭരിക്കുവാൻ ആദമിനെ കൊണ്ടും അവയെ കൊണ്ടും മാത്രം കഴിയുകയില്ല. അവരെന്ത് ചെയ്യണം? പെരുക്കി സന്താന പുഷ്ടിയുള്ളവരായി ഈ ഭൂമിയെ അടക്കി ഭരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം. അതാണ് ഈ സൃഷ്ടിയുടെ മഹത്വം നാം കാണുന്നത്. സ്തോത്രം. പഴയ നിയമകാലത്ത് സന്തതികളുടെ പെരുപ്പം ഒരു അനുഗ്രഹമായി കണ്ടിരുന്നു. പഴയ നിയമകാലത്ത് മാത്രമല്ല, പുതിയ നിയമകാലത്തും നമ്മുടെ ചുറ്റുപാടും ഓരോ കുടുംബങ്ങളിലും ധാരാളം മക്കൾ ജനിച്ച് വളർത്തപ്പെട്ടിരുന്നു എന്നറിയാം. സ്തോത്രം. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാവിനും പിതാവിനും ഞങ്ങൾ 6 മക്കളായിരുന്നു. അതിലൊരാൾ, ഏറ്റവും മൂത്ത സഹോദരി, കഴിഞ്ഞ വർഷം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. മറ്റ് ഞങ്ങൾ 5 പേരും ഇന്ന് പലയിടങ്ങളിലായി പാർത്ത് ദൈവത്തെ മഹത്വപ്പെടുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് യുവതീ-യുവാക്കന്മാരുടെ ഇടയിൽ ഒരു വലിയ ചിന്ത വ്യാപിച്ചു. ഒന്ന്, വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹം. അങ്ങനെയുള്ളവരെക്കുറിച്ച് അവരുടെ മാതാപിതാക്കൾക്കുള്ള വേദന പലപ്പോഴും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കാറുണ്ട്. നോക്കുക, വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം യുവാക്കന്മാരും യുവതികളും. രണ്ടാമത്തെ കൂട്ടർ പറയുന്നത് വിവാഹം ആകാം, പക്ഷേ മക്കൾ വേണ്ട, അതുകൊണ്ട് വിവാഹത്തിൻ്റെ പർപ്പസ് പൂർത്തീകരിക്കുന്നില്ല, ദൈവിക ഉദ്ദേശം നിറവേറപ്പെടുന്നില്ല. അങ്ങനെ ഒരു കൂട്ടർ വിവാഹം കഴിച്ചാലും മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്നവർ. മറ്റൊരു കൂട്ടരുണ്ട്, മക്കളുണ്ടായാൽ, നിർബന്ധമല്ല, ഉണ്ടായാൽ 1 മതി, 2 വേണ്ട എന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെ ചിന്തിച്ച് ജീവിക്കുവാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളെല്ലാം അണുകുടുംബങ്ങളായി മാറി. ദൈവത്തിൻ്റെ പർപ്പസ് അപ്പോഴും
ശരിക്കും നിവർത്തീകരിക്കപ്പെടാത്ത ഒരവസ്ഥ. അത് നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവകൃപയാൽ എൻ്റെ കുടുംബത്തിൽ ദൈവം 3 മക്കളെ തന്നു. വീണ്ടും 3 പേരെ കൂടി കൂട്ടിച്ചേർത്തു. അവർ ഓരോ കുടുംബത്തിനും 2 മക്കളെ വീതം ദൈവം ദാനം നൽകി. അങ്ങനെ ഞങ്ങളൊരു ചെറിയ കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരേ കുടുംബത്തിൽ ജനിക്കുന്ന എല്ലാ മക്കളും ഒരേ സ്വഭാവക്കാരാകണമെന്നില്ല. വിവിധ സ്വഭാവമുള്ളവരായിട്ട് വളർന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ബൈബിളിലെ 10 വിധ മക്കൾ എന്നതാണ്. അതിൽ ഒന്നാമത്തത് പ്രിയ മക്കൾ, ഡിയർ ചിൽഡ്രൻ. എഫേസ്യ ലേഖനം 5:1 രേഖപ്പെടുത്തിയിരിക്കുന്ന ശ്രദ്ധിക്കുമല്ലോ. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പോൾ ദൈവത്തിന് പ്രിയമക്കളും അപ്രിയ മക്കളും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളതുകൊണ്ടാണല്ലോ പ്രിയമക്കളായി ദൈവത്തെ അനുകരിക്കാൻ പറഞ്ഞിരിക്കുന്നത്. പ്രിയമക്കൾ ദൈവത്തെ അനുകരിക്കുന്നവരായിരിക്കും, ദൈവത്തെ അനുസരിക്കുന്നവരായിരിക്കും, ദൈവവചനത്തെ അതേപോലെ കൈക്കൊള്ളുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെയാണ് പ്രിയമക്കൾ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം കണ്ടത് ഒന്നാമത്തത് പ്രിയ മക്കൾ. രണ്ടാമത് കാണുന്നത് നിഷ്കളങ്ക മക്കൾ, ഇന്നസെൻ്റ് ചിൽഡ്രൻ. ഫിലിപ്പിയ ലേഖനം 2:14 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാഗ്വാദം കൂടാതെ ചെയ്യുവിൻ എന്ന്. ദൈവമക്കൾ സന്തോഷത്തോടെ, പരാതികളില്ലാതെ, പെറുപെറുപ്പ് കൂടാതെ, വാഗ്വാദം കൂടാതെ, പരമാർത്ഥികളായി, കളങ്കമില്ലാത്തവരായി ദൈവത്തിൻ്റെ സേവ ചെയ്യണം എന്നാണ് വചനം നമ്മെ അനുശാസിക്കുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് അനുസരണമുള്ള മക്കൾ. 1 പത്രോസ് ലേഖനം 1:15 പറഞ്ഞിരിക്കുന്നത്: നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരിക്കലൊരു വ്യക്തി ഒരു കുടുംബത്തിലേക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് ചെന്നു. അവിടെ ഇരിക്കുമ്പോൾ അതിനെ സ്വല്പം അകലെയായിട്ട് ഒരു നദി കരകവിഞ്ഞ് ഒഴുകുകയാണ്. അത് മഴക്കാലമായിരുന്നു. ഇവരുടെ പറമ്പിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന സമയം അവിടുന്ന് ഒരു മോൻ ഇറങ്ങി ആ നദിയുടെ തീരത്തേക്ക് ഓടുകയാണ്. അവൻ്റെ അമ്മ വിളിച്ചു പറയുക: മോനെ, നേരെ ഓടറ, ശക്തമായി ഓടറ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെന്ന ആളുടെ ഹൃദയത്തിൽ വലിയ വേദന, ആകാംക്ഷ. എന്താണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്? ഉടനെ ആ സഹോദരനോട് ചോദിച്ചു, എന്താണ് മോനോട് അങ്ങോട്ട് ഓടാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി രസകരമാണ്. എൻ്റെ മോനോട് അങ്ങോട്ട് ഓടാൻ പറഞ്ഞെങ്കിലേ അവന് തിരിച്ചു ഓടുകയുള്ളൂ. അതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഇന്ന് അനുസരണം കെട്ട മക്കളുടെ സ്ഥിതി. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് എത്ര പ്രായമുള്ളവരായാലും ദൈവത്തിന് നിങ്ങൾ മക്കളാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അനുസരണമുള്ള മക്കളോ അനുസരണമില്ലാത്ത മക്കളോ? നമ്മുടെ മക്കൾ അനുസരണം കെട്ടുപോകുമ്പോൾ മാതാപിതാക്കൾക്ക് എന്തൊരു വേദനയാണ്, എന്തൊരു ദുഃഖമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ പിതാവ് നാം അനുസരണം കെട്ട് നടക്കുമ്പോൾ എത്രത്തോളം ദുഃഖിക്കുവാൻ കാരണമാകും എന്ന് ഓർക്കുക. അതുകൊണ്ട് അനുസരണമുള്ള മക്കളായി മുന്നോട്ട് വളരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. നാലാമതായിട്ട് വെളിച്ചത്തിൻ്റെ മക്കൾ. 1 തെസ്സലോനിക്കർ 5:5 നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളും ആകുന്നു. ഞാൻ രാത്രിക്കും ഇരുളിനും ഉള്ളവരല്ല. വളരെ വ്യക്തമായി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്, നാം വെളിച്ചത്തിൻ്റെ മക്കളാണ്, രാത്രിക്കും ഇരുളിലും ഉള്ളവരല്ല. എന്നാൽ ഇരുളിൽ ഉള്ളവരെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്?
അതേ പുസ്തകത്തിൽ 5:7-8 വാക്യങ്ങൾ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിലുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹം എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വ്യത്യാസമാണ് പകലിലുള്ളവരും രാത്രിക്കുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. രാത്രിയിൽ ഇരുളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് ജീവിക്കുന്ന വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റുപാട് കാണുമ്പോൾ പകലിലുള്ളവരായി വെളിച്ചത്തുള്ളവരായി നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിതം നയിപ്പാൻ ദൈവം ഏവർക്കും കൃപ ചെയ്യട്ടെ. വീണ്ടും പകലിൻ്റെ മക്കൾ, വെളിച്ചത്തിൻ്റെ മക്കൾ, പകലിൻ്റെ മക്കൾ, ഇത് രണ്ടും മുകളിൽ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും ഒരു വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആറാമതായി നാം കാണുന്നത് ദൈവമക്കൾ. 1 യോഹന്നാൻ്റെ ലേഖനം 3:1 വാക്യത്തിൽ മനോഹരമായ ഒരു വാക്യശകലം നമുക്ക് കാണുവാൻ കഴിയും. എന്താണത്? കാണീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പാപികളായി ദോഷികളായി ജീവിച്ച കാലത്ത് തൻ്റെ സ്വപുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ച് ക്രൂശിൽ ബലിയാക്കി തീർത്ത് നമ്മുടെ പാപപരിഹാരം വരുത്തി നമ്മെ ദൈവമക്കളാക്കിയ ദൈവസ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരമാണ് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ലോകത്തിൽ പല അപ്പനമ്മമാരുടെയും മക്കൾ എൻ്റെ അപ്പൻ ഇന്നാരാണെന്ന് പറയുവാൻ മടിക്കുമ്പോൾ, ലജ്ജിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം നാം ദൈവമക്കൾ ആണെന്ന്. 7-ാമതായിട്ട് നാം കാണുന്നത് അനുസരണക്കേടിൻ്റെ മക്കൾ. എഫേസ്യ ലേഖനം 2:2, 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവരെയും അനുസരിച്ച് നടന്നു. അനുസരണക്കേടിൻ്റെ അനുഭവം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഈ ലോകത്തിലെ അന്ധകാരത്തിന് അധീനപ്പെട്ട് ജീവിച്ച ഒരു കാലഘട്ടം, ദൈവത്തെ വേണ്ടാത്തൊരു കാലഘട്ടം, അതാണ് അനുസരണക്കേടിൻ്റെ മക്കളിൽ കാണുന്ന അനുഭവം. അനുസരണക്കേടിൻ്റെ മക്കളുടെ പ്രവൃത്തി കൊലോസ്യ ലേഖനം 3:5 നമുക്ക് കാണുവാൻ കഴിയുന്നു. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹം എന്നിവയാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് വ്യാപിക്കുന്നത് അനുസരണക്കേടിൻ്റെ മക്കളിലാണ്. 8-ാമതായിട്ട് കോപത്തിൻ്റെ മക്കൾ. എഫേസ്യ ലേഖനം 6:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന വാഗ്ദത്തോടുകൂടിയ ആദ്യ കൽപ്പന ആകുന്നു. പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും വളർത്തുവിൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോൾ അത്ര കോപത്തിൻ്റെ മക്കളിൽ കാണുന്ന കോപം നമുക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല. പലയിടങ്ങളിൽ അത് കാണുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് കോപത്തിൻ്റെ മക്കളായി നാമും നമ്മുടെ തലമുറകളും തീരാതിരിപ്പാൻ പഥ്യോപദേശത്തിലും ബാലശിക്ഷയിലും മക്കളെ വളർത്തിയെടുക്കുവാൻ ഇടയാകട്ടെ. 9-ാമത്തേത് ഈ ലോകത്തിൻ്റെ മക്കളെക്കുറിച്ച് നാം പഠിച്ചു. ഇനി ഈ ലോകത്തിൻ്റെ മക്കൾ
എന്താണ് വ്യത്യാസം? ലോകത്തിന് മക്കൾ ഈ ലോകത്തെ സ്നേഹിക്കും. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നിവയിൽ ഉല്ലസിച്ച് ജീവിക്കും. അവരെ രാജ്യത്തിൻ്റെ പുത്രന്മാർ എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. ഈ ലോകത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ട്. അതിനപ്പുറം അവർക്കൊരു കാഴ്ചപ്പാടില്ല. ഈ ലോകത്തിലെ ആഡംബര ജീവിതം, സുഖജീവിതം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു നിത്യതയുണ്ട് എന്നുള്ള ചിന്ത ഇല്ലാത്തവരായി ജീവിക്കുന്നവർ. അവരാണ് കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപത്തിൽ ഉല്ലസിച്ച് ജീവിക്കുന്നവർ. അവരുടെ അധോഗതിയെക്കുറിച്ച് മത്തായി സുവിശേഷം 8:12 നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. 10ാമതായി നാം കാണുന്നത് പിശാചിൻ്റെ മക്കൾ. 1 യോഹന്നാന്റെ ലേഖനം 3:8 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മക്കൾ ആകുന്നു എന്ന്. ഇതിന് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. ലോകത്തിൽ കണ്ണോടിക്കുമ്പോൾ ചുറ്റുപാടും പാപം ചെയ്ത് പാപത്തിൽ മുഴുകി ജീവിക്കുന്ന സകലരും പിശാചിൻ്റെ മക്കളാണെന്ന് പറയുവാൻ വചനം നമ്മെ ധൈര്യപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ചിന്തിച്ചത് ബൈബിളിൽ കാണുന്ന 10 വിധ മക്കളെക്കുറിച്ചാണ്. 1 പ്രിയമക്കൾ, 2 നിഷ്കളങ്ക മക്കൾ, 3 അനുസരണമുള്ള മക്കൾ, 4 വെളിച്ചത്തിൻ്റെ മക്കൾ, 5 പകലിൻ്റെ മക്കൾ, 6 ദൈവമക്കൾ, 7 അനുസരണക്കേടിൻ്റെ മക്കൾ, 8 കോപത്തിൻ്റെ മക്കൾ, 9 ഈ ലോകത്തിൻ്റെ മക്കൾ, 10 പിശാചിൻ്റെ മക്കൾ. ഒരു നിമിഷം ഈ മെസ്സേജ് അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കുമോ, ഇതിലേതിൽ നിങ്ങൾ ഉൾപ്പെടുന്നു? നാം ഓരോരുത്തരും ഇതിലേതിൽ ഉൾപ്പെടുന്നു എന്നൊരു അവലോകനം നമ്മുടെ തന്നെ ഒരു പരിശോധന, സ്വയപരിശോധന നാം തന്നെ ചെയ്യുകയാണെങ്കിൽ, സ്തോത്രം, ഏത് വിധത്തിലുള്ള മക്കളായി ഞാൻ ഇന്ന് ജീവിക്കുന്നുവെന്ന് അറിയുവാൻ യാതൊരു പ്രയാസമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവമക്കളായി തീരുവാൻ എല്ലാവരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.